ശരി. ശ്രീ ബി റജി, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് വളരെ നിശിതമായി PM ശ്രീ പദ്ധതിയെയും ഒപ്പം സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിനുമൊക്കെ വിമർശിച്ചതാണ്. അത് നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ അതേ സർക്കാർ തന്നെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഭേദഗതിക്കും മുതിരാതെ ഇതിനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ പദ്ധതിയെക്കുറിച്ചും അത് സംസ്ഥാനത്തുണ്ടാക്കുന്ന ബാക്കി പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യേണ്ടത് വേറെ കാര്യം. പക്ഷേ നിലവിലുള്ള അതേ ഒരു പദ്ധതി, ആ പദ്ധതി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ സർക്കാർ അംഗീകരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തിനായിരുന്നു ഇത്രയേറെ ആക്ഷേപം നടത്തിയത്, ഇത്രയേറെ ബഹളങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ചോദിക്കുന്നത്. നോക്കൂ, ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കടന്നുകയറ്റം, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വരുത്തുന്ന സാമ്പത്തികമായ ഒരു സമ്മർദ്ദം ഒരു ഭാഗത്തും, സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയവും അതുപോലെ പാഠ്യപദ്ധതിയിലുമുള്ള സ്വയം പര്യാപ്തത, അതായത് സ്വയംഭരണാവകാശം, അത് കേന്ദ്രത്തിന് മുമ്പിൽ അടിയറ വയ്ക്കരുത് എന്നുള്ള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായും നയപരവുമായ തീരുമാനങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കേരള സംസ്ഥാനം PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും 2024 തന്നെ ഞങ്ങൾ PM ശ്രീ നടപ്പാക്കാൻ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തെഴുതിയതും ഒക്കെ പൊതുമാധ്യമത്തിൽ ബഹുമാന്യനായ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ LDFിലോ ക്യാബിനറ്റിലോ ചർച്ച ചെയ്യാതെ കേന്ദ്രവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു ഇടത് സർക്കാർ. ആ ധാരണാപത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, PM ശ്രീയിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന് പിന്മാറണമെങ്കിൽ അത് കേന്ദ്രത്തിന് മാത്രമാണ് ആ റൈറ്റ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ധാരണാപത്രത്തിലാണ് അക്കാലത്ത് ഒപ്പിട്ടത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന പാഠ്യപദ്ധതി കേരളം അംഗീകരിക്കില്ല. കേരളത്തിൻ്റെ അക്കാര്യത്തിലുള്ള സമ്മർദ്ദത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ SSK പോലെയുള്ള കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിദ്യാഭ്യാസ ഗ്രാൻറ്റിൻ്റെ, അതായത് 60% സെൻട്രൽ ഗവൺമെൻറ് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം നമുക്ക് ഒരു സമ്മർദ്ദത്തിലൂടെ നൽകില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും അതുപോലെ ശമ്പളം അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഈ കരാറുമായി മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ധാരണാപത്രത്തിൽ മുൻ സർക്കാർ ഒപ്പുവെച്ചത്. ആ ധാരണാപത്ര പ്രകാരം അതിനുശേഷം കുറച്ച് ഫണ്ട് റിലീസ് ചെയ്ത് ലഭിക്കുകയും ചെയ്തിരുന്നു. അന്ന് അതിശക്തമായി ഈ ധാരണാപത്രത്തെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെയും ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെയും നടപ്പാക്കിയതിനെയാണ് UDF നിശ്ചിതമായി വിമർശിച്ചത്. ഇപ്പോൾ പുതിയതായി അധികാരത്തിൽ വന്നപ്പോൾ UDF എന്താണ് ചെയ്തത്, സർക്കാർ എന്താണ് ചെയ്തത്? അതിന്റെ നിർദ്ദേശിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അതും ചെയ്തില്ലല്ലോ. അല്ല, ഇവിടെ പൂർണ്ണമായി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞതാണ് പ്രശ്നമായത്. ആ തിരുത്തലുകൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ പറയാം, ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ചില തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു ധാരണാപത്രത്തിൽ ഈ PM ശ്രീയുടെ കാര്യത്തിൽ തന്നെ ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ പറ്റൂ എന്നുള്ള സ്ഥിതിവിശേഷം ഒന്ന്. രണ്ട്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക. ഈ വിഷയം അധികാരത്തിലേറുമ്പോൾ UDF അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, സംസ്ഥാനത്തിൻ്റെ പാഠ്യപദ്ധതിയുടെ സ്വയംഭരണാധികാരം നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം, കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദത്തെ വഴങ്ങാതിരിക്കണം, ഒപ്പം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ അർഹമായ സംസ്ഥാന വിഹിതം ലഭിക്കുകയും വേണം. ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകളുടെ ഫലമായി ഒരു റിപ്പോർട്ട് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ ഭാഗമായി സംസ്ഥാനത്തിന് ക്യാബിനറ്റിൽ ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ക്യാബിനറ്റ് അത് പരിഗണിക്കും. അപ്പോൾ ക്യാബിനറ്റ് സബ് കമ്മിറ്റി അതിൻ്റെ യോഗം പൂർണ്ണമായി ഒരു യോഗമാണ് കഴിഞ്ഞിട്ടുള്ളത്. അത് തുടർന്ന് വിശദമായി ചർച്ച നടത്തുകയും നിയമവിദഗ്ധരുമായും ഈ രംഗത്തെ പ്രഗത്ഭരുമായും ഒക്കെ ആശയം
ആശയവിനിമയം നടത്തിയതിനു ശേഷം ആ സബ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനം ഏത് തരത്തിൽ PM ശ്രീ വിഷയത്തിൽ തീരുമാനം എടുക്കണം എന്ന് അന്തിമമായി നിശ്ചയിക്കുക. അപ്പോൾ അതുവരെ ഇക്കാര്യത്തിൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് കേന്ദ്രത്തിനെ, ഈ ബഹുമാന്യനായ രാധാകൃഷ്ണൻ അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ കുറ്റം പറയുന്നത് പോലെ ഇങ്ങനെ വാചോടോപം നടത്തിക്കൊണ്ട് UDF സർക്കാരിനെ ഏതെങ്കിലും നിരത്തിൽ വിമർശിക്കാൻ ഒരു അവസരമായി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിണതഫലം. കാരണം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ ഇക്കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനം ഈ ഘട്ടം വരെ, നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയം വരെയും വന്നെത്തിയിട്ടില്ല. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമെടുക്കുക. അതിനുള്ളിൽ UDF സർക്കാരിനെ വിമർശിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മം അവർ നിർവഹിക്കുന്നു. അവർ ചെയ്ത തെറ്റിനുള്ളൊരു പശ്ചാത്താപമായി അത് മാറുന്നു. കാരണം അവരുടെ ഭാഗത്തൊരു വീഴ്ച പറ്റി, ഒരു തെറ്റ് പറ്റി, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആ തെറ്റിൽ നിന്ന് ഓടി ഒളിക്കാനൊരു ശ്രമം നടത്തുന്നു. പക്ഷേ അതിനെ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഒരു ചോദ്യം, UDF കൺവീനർ ഇവിടെ പറഞ്ഞ കാര്യത്തെ താങ്കൾ തള്ളിക്കളയുകയാണോ? UDF കൺവീനർ ഇന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്കുകൾ കൂടി അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു.